ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താന്ന് വെച്ചാല് ഉണക്ക ചെമ്മീനുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി. ഇത് വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അറിയണ ഒരു ചമ്മന്തിയാണ്. ഇതിന് വേണ്ട എന്തെന്ന് വെച്ചാല് നമുക്ക് ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണം, ഒരുപാട് വേണമെന്നുണ്ട് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത് ഈ സാധനങ്ങളൊക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്ക ചെമ്മീന്, പിന്നെ അതുപോലെ അത് 50 ഗ്രാമുണ്ട് ഉണക്ക ചെമ്മീൻ കേട്ടോ. പിന്നെ ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളി കുരുല്ലാതെ കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ചീരുള്ളി, ഒരു 4 മുളക്, 2 അല്ലി കറിവേപ്പില, അതേപോലെ തന്നെ പുതിനയില. ഈ പുതിനയില ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അത് എങ്ങനെ അറിയാത്തവർക്ക് ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയാ, മരുന്നടിക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള പുതിന നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അതും ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ചട്ടി ചൂടാകുന്നുണ്ട്. ചട്ടി ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ 4 മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചീരുള്ളി, നമ്മുടെ ഉണക്ക ചെമ്മീന്, പിന്നെ അതുപോലെ പുതിനയില, പുളി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ തേങ്ങ വറുത്തെടുക്കുമല്ലോ, എന്ന പോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഈ പുതിനയില വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിന്റെ തണ്ട് ഭാഗം ഉണ്ടാകുമല്ലോ മൂത്തിട്ടുള്ള, അത് നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് നമ്മൾ അതിൽ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ എന്താ പറയാ, അതിന്റെ ആ തണ്ട് ഭാഗത്ത് നല്ല വേര് വന്നിട്ട് ഇല നന്നായിട്ട് തളിർത്ത് വരും. അത് നമ്മളൊരു കവറിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ നമ്മൾ ഇത് കുത്തി വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നന്നായിട്ട് ഇല തളിർത്ത് വരും. പിന്നെ നമ്മളൊരു കവറിൽ മണ്ണ് നിറച്ചിട്ട് ഈ വേര് കൊടുക്കെ നമ്മളതിൽ കുഴിച്ചിടുക. എന്നാൽ നമുക്ക് എന്താ പറയുക, നല്ല ശുദ്ധമായിട്ടുള്ള പുതിനയില കിട്ടും. ഞാൻ അങ്ങനെ കാട്ടില്ല ഇവിടെ വീട്ടിൽ. ഞാൻ കാണിക്കണം എന്നുള്ളവർ പറയണം കേട്ടോ. ഞാനത് ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കവറിൽ പുതിനയില ഇട്ടത്, ഒരുപാട് പുതിനയില ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർ പറയണ്ടേ, കമന്റ് ഇടോണ്ടി, ഞാൻ പറയണ്ട് കേട്ടോ, കാണിക്കണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്ത് വെച്ചതുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വേണം കേട്ടോ, ചെറുതാക്കി കൊത്തി നോക്കിയിട്ട്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ലാസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, നമുക്കിത് നന്നായിട്ട് ഇതാ ഇങ്ങനെ ആയി. ഇനി നമുക്കൊന്നും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി വറുത്തെടുക്കണം.
ഇത് പ്രവാസികൾക്കൊക്കെ എന്താ പറയാ നമ്മള് കൊടുത്തയക്കാനൊക്കെ നല്ല ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒക്കെ. ഒരു വിധം ആൾക്കാരൊക്കെ ഇത് ചെയ്യും. ഞാൻ പ്രവാസികൾക്കൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടാവും. ചിലർക്കത് അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് തന്നെ. അതുപോലെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ സ്കൂള് തുറന്നാൽ ചോറ്റും പാത്രത്തിലൊക്കെ നമുക്ക് രാവിലെ എളുപ്പമാണ് കുട്ടികൾക്ക് ചോറ്റും പാത്രത്തിലൊക്കെ ഇട്ടൊരു കൂട്ടാനായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ ഒരു നല്ലൊരു ചമ്മന്തിയാണിത്. ഇത് എന്താ പറയാ നന്നായിട്ട് വറുത്ത് വെള്ളം തൊടാതെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെള്ളം തൊടാതെ നല്ലൊരു പിന്നെ ടിന്നിൽ സൂക്ഷിച്ചാൽ നമുക്കിതൊരു വർഷം വരെ കേട് വരാതെ സൂക്ഷിക്കാം. അപ്പൊ ഇതാ നമ്മുടെ തേങ്ങ, എന്താ പറയാ മുളക്, ചീരുള്ളി, കറിവേപ്പില, പുതിനയില, ഇഞ്ചി, അതുപോലെ ഉണക്ക ചെമ്മീന്, പുളി, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇതാ എണ്ണയിലിട്ട് വറുത്ത് ഇതാ ഈ പരിവാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം മിക്സിന്റെ ജാറിൽ ഇട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നെരിഞ്ഞിട്ടുണ്ട്, കരിയാൻ പാടില്ല. കരിഞ്ഞതിന്റെ ടേസ്റ്റ് മാറിപ്പോവേ. കരിയാണ്ട് കൈ വെക്കാതെ ഇളക്കി എടുക്കണം. അത് നല്ല കനുള്ള അടി കട്ടിയുള്ള ചട്ടി തന്നെ വറുത്തെടുക്കാൻ നോക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് നമ്മളെ കൈയൊന്ന് ഇളക്കണതൊന്ന് സ്ലോ ആക്കിയാലൊക്കെ പെട്ടെന്ന് കരിയും. അപ്പൊ അത് കരിയാണ്ട് ശ്രദ്ധിക്കണേ, എന്നെങ്കിലാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ ഞാൻ ഒരു മുറി തേങ്ങ വെച്ചിട്ടാണ് ഇത്രയധികം ചമ്മന്തി ഉണ്ടാക്കിയെടുത്തത്. പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.